ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് പൊട്ടാറ്റോ ഫ്രൈൻ്റെ റെസിപ്പിയാണ്. അതായത് ഉരുളക്കിഴങ്ങ് പൊരിച്ചതെന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇത് നമുക്ക് ചോറിനെല്ലാം സൈഡായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒന്ന് വലുപ്പമുള്ളതും 2 മീഡിയം സൈസും ആക്കിയിട്ട് 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ കുറച്ച് കൂടുതലാക്കുന്നുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഈ ഒരു ക്വാണ്ടിറ്റി ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ആക്കുന്ന അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി എടുത്താൽ മതി. അപ്പോൾ ഇതാ അത് ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ എല്ലാം ആ ഒരു ടൈപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലോണം കഴുകിയിട്ട് വെള്ളം കളഞ്ഞിട്ടെടുക്കാം. ഞാനിപ്പോൾ അങ്ങനെയാട്ടോ എടുത്തിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് നല്ലോണം വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3 വെള്ളത്തിലെങ്കിലും ഒന്ന് കഴുകി എടുത്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഇതിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ കറിവേപ്പില ചേർക്കാൻ വേണ്ടി നോക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ആ കറിവേപ്പിലൻ്റെ ടേസ്റ്റ് നല്ലോണം ഇതിൽ പിടിക്കേണ്ടിയിട്ടാണ് ഈ ഒരു ടൈമിൽ തന്നെ ചെയ്യാൻ പറഞ്ഞത്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാട്ടാ ചേർത്തിട്ടുള്ളത്. ഞാനൊരു 3 ടീസ്പൂണ് ചേർത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പ് ചീനച്ചട്ടിയാട്ട വെച്ചിട്ടുള്ളത്. അതൊന്ന് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഓയിലാട്ടാ ചെയ്യുന്നത്. ഓയിലിനായിപ്പം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഓയിൽ കുറേ ഒഴിക്കാണ്ട് കുറച്ചൊന്ന് ഒഴിക്കാം. എന്നിട്ട് ആവശ്യമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഓയിൽ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് കഴുകി എടുക്കുന്ന സമയത്ത് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. കാരണം ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചീനച്ചട്ടിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതൊരു കുഴഞ്ഞിട്ട് ആ ഒരു രീതിയിലാട്ടാ കിട്ടുക, കുഴഞ്ഞു പോവും. അപ്പം വെള്ളം കംപ്ലീറ്റ് കളഞ്ഞിട്ട് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. നമുക്കിതാ ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഇത് ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാം. പിന്നെ ഓയിൽ കുറച്ച് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഓയിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചിട്ടില്ല, അത് തന്നെയാട്ടാ ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.